ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഇപ്രാവശ്യത്തെ വിൻ്റർ സീസൺ തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല ഹെവി സ്നോഫോൾ ഉണ്ടായിരുന്നൊരു ദിവസമാണിന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, റോഡിലും പുല്ലിലും ഒക്കെ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മഞ്ഞിൻ്റെ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. നാട്ടിൽ പറമ്പിലൊന്നും ഒരു പ്രാവശ്യം പോലും കിടക്കാത്ത എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് രാവിലെ മഞ്ഞത്ത് നല്ല കൂടും തണുപ്പിൽ ചെയ്യേണ്ടി വരുന്ന ഒരു കാഴ്ചയാണിത്. വേറൊരു വഴിയുമില്ല. ആ പുറകിലൂടെ പോകുന്ന കാണുന്നതാണ് ഇവിടുത്തെ മഞ്ഞ് നീക്കുന്ന യന്ത്രം. അവരാണ് മഞ്ഞൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇവിടുത്തെ റോഡുകൾ വണ്ടികൾക്ക് പോകാനുള്ള സൗകര്യത്തിൽ ആക്കി കൊടുക്കുന്നത്. ഈ പ്രാവശ്യം ഇവിടെ വിൻ്റർ സ്റ്റോം വാർണിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാറിന് മുകളിൽ കാണാം, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഐസിൻ്റെ ഒരു പാളി അതിൻ്റെ മുകളിൽ ഉണ്ട്, ആ മഞ്ഞ് മുടങ്ങിൻ്റെ താഴെ തന്നെ. അപ്പോൾ അത് കാരണം നമ്മളിത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോൾ സൺലൈറ്റൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഉറച്ചു പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ. അപ്പോൾ കൈൻഡ് ഓഫ് ഫോഴ്സ്ഡ് ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെന്താ വണ്ടി പൊളിച്ചെടുക്കുകയാണോ? അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നം അതിനെ ഉറച്ചിട്ട് നമുക്ക് 2 ദിവസമൊക്കെ തുറക്കാനാവില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി ഒക്കെ വന്നിട്ട് എടുത്ത് പോകണമെങ്കിൽ വണ്ടി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഭയങ്കര സ്നോ ഒക്കെ ഉള്ള സമയത്ത് 911 ഒന്നും ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യില്ല. ഇവിടെ ഭയങ്കര എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യില്ല. ഇപ്പം കുട്ടികളൊക്കെ സിക്കായി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ കാറൊക്കെ സേഫായിട്ട് വെക്കണം. ഓക്കെ, ഒരു വെറൈറ്റി സംഭവം കാണിച്ചുതരാം. ഈ ഗ്ലാസ്സുകൾ താഴെ പോകട്ടോ, ബാക്കിലെ ഗ്ലാസ് താങ്ങൂല. എന്താ വീഡിയോ എടുക്കുമ്പോൾ ലക്ഷ്മിക്കുന്നത് സൂപ്പറായി. ഞങ്ങൾ പൊട്ടിരിക്കാണ് ഗൈസ്. ഇപ്പൊ കേട്ടാ ഗ്ലാസ് താത്തി ലിറ്ററലി ആകുമ്പോ വേറെ ഗ്ലാസ് ഉണ്ട്. നോക്കളെ, റെഡി 1 2. ഞങ്ങൾ അത് പൊട്ടിച്ചിരിക്കുകയാണ്. ഗ്ലാസ് നോക്ക്, ഇത് എന്താ ചെയ്യണമെന്ന് അറിയില്ല. നമ്മളിവിടെ ഉരുകാൻ വേണ്ടി കാത്തിക്കാണ്. മെയിൻ സംഭവം ഈ വണ്ടി ഓണാക്കാൻ നിൽക്കാനും പറ്റൂല. കാരണം നമുക്ക് ഇത് കോൾഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നമുക്ക് എടുത്ത് പോകണമെങ്കിൽ ചിലപ്പോൾ വണ്ടി ഓണാവൂല. അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ. മടി പിടിച്ചിരിക്കാനും പറ്റൂല. അതാണ് മഞ്ഞിന്റെ ഒരു പ്രത്യേകത. കാണാത്ത ഭീകര സത്യത്തിയുടെ റിവേഴ്സ് ഇട്ടപ്പോ കണ്ടത് എന്താണ് ഒന്നും കാണില്ല. എന്തായാലും ഇവിടുത്തെ ബിൽഡ് ക്വാളിറ്റി സമ്മതിച്ചേ പറ്റുള്ളൂ. കാറിൻ്റെ ഒക്കെ -20 വരെ ഒറ്റ ക്ലിക്കിന് സ്റ്റാർട്ടാവും. അതൊരു സംഭവം തന്നെ. ഇവരുടെ ഒരു ടെമ്പറേച്ചറിൽ വണ്ടി പെർഫോം ചെയ്യുന്നൊരു സംഭവം. ഇവരുടെ നല്ല ഹൈ ടെമ്പറേച്ചറിലും നല്ല ലോ ടെമ്പറേച്ചറിലും വണ്ടി സ്മൂത്ത് ആയിട്ട് ഓണായി കിട്ടുന്ന ഒരു ഡിസൈൻ സമ്മതിച്ചെടുത്ത് പറ്റുള്ളൂ. പിന്നെ ആ മഞ്ഞ് റിമൂവ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് നോക്കിയാൽ തോന്നും സ്ക്രാച്ച് ഒക്കെ പോകുന്നു. പക്ഷെ അത് വെച്ചിങ്ങനെ നല്ലോണം എന്താ പറയുക, നല്ലോണം ഇടിച്ചിടിച്ചിട്ടാണ് അത് പൊട്ടിക്കുന്നത്. എന്നിട്ടും സ്റ്റിൽ അതൊന്നും സ്ക്രാച്ച് ഒന്നും പോകുന്നതിൽ കണ്ടിട്ടില്ല. നല്ല ഡിസൈനാണ് അവർ അതിൻ്റെ ചെയ്തിരിക്കുന്നത്.
ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലൂടെ ചുമ്മാ 2 റൗണ്ട് അടിക്കുകയാണ്. ഒരുപാട് ക്ലീൻ ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പം അറിയാൻ പറ്റുന്നുണ്ടാവും ഫുട്പാത്ത് ഏതാ പുല്ലേതാ ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മഞ്ഞ് മൂടി കിടക്കുന്നുള്ളത്. അപ്പോൾ അധികം റിസ്ക് എടുക്കാനും പറ്റില്ല. നമ്മളന്ന് പണ്ട് കഴിഞ്ഞ വീഡിയോ കാണിച്ചു തന്നൊരു പാർക്ക് ഓർമ്മ ഉണ്ടോ? ആ പാർക്കും പാർക്കിംഗ് ലോട്ടിന്റെ അവസ്ഥയാണ്. ഫുൾ മഞ്ഞ്, അമ്മാതിരി പെയ്ത്തായിരുന്നു പെയ്തത്. കഴിഞ്ഞ വീഡിയോയിൽ ആ പാർക്കും റിവറൊക്കെ കണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഈ നേച്ചറിൻ്റെ ചേഞ്ച് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ആ റിവർ കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസൺ ആയി, എന്നിട്ട് സ്നോ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഡെവിൾ സൈസ് ബോക്സ് ഫോമേഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് വന്നത്. പക്ഷെ മഴയില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു അത് ഫോം ആയതായിട്ട് കാണുന്നില്ല. നല്ലോണം ഡ്രസ്സ് ചെയ്തിട്ടാ വന്ന്, പക്ഷെ എന്നാലും തണുത്തിട്ട് പാരിപ്പിളങ്ങി, അതുകൊണ്ട് അധികം നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ സ്നോയിൽ നല്ല ടെമ്പറേച്ചർ ഡ്രോപ്പ് ആണെങ്കിൽ അത്ര എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ഡീസൻറ്റ് ടെമ്പറേച്ചറാണ് മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സ്നോ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസമുള്ള കാഴ്ചയാണിത്. അവർ റോഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. സൈഡിൽ ഇങ്ങനെ സ്നോ കാണാൻ പറ്റും. നല്ല രസമുള്ള കാഴ്ചയാണിത്. പിന്നെ ഈ വെയിലൊന്നും കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നല്ല നെഗറ്റീവ് ടെമ്പറേച്ചർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഗ്ലൗസ് ഒന്നും ഇടാതെ പുറത്തിറങ്ങിയാൽ കൈയൊക്കെ മരവിച്ചു പോകും. ആ ഒരു ടെമ്പറേച്ചറാണ്. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങനത്തെ ഡ്രൈവൊക്കെ.
ഓൾ ഇൻ ഓൾ സ്നോ ഒക്കെ ഫിലിമിലൊക്കെ കാണുന്ന പോലെ അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. എപ്പോഴും മൈനസ് ടെമ്പറേച്ചർ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാര്യങ്ങൾ. ഒരു പ്രകൃതി ദുരന്തം പോലെ തന്നെ ഈ സ്നോവും മാറും. നമ്മുടെ വെള്ളപ്പൊക്കം പോലെ തന്നെ സ്നോവും ഒരു ദുരന്തമായിട്ടൊക്കെ മാറും. അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.